ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന പുതിയ ഏർലി ബേർഡ് ഓഫറിൻ്റെ പ്ലാനിനെ കുറിച്ചാണ്. സാധാരണഗതിയിൽ നമ്മൾ എത്രയാണോ ഈ ഒരു സിസ്റ്റത്തിൽ ടോക്കൺ ഫാമിംഗ് അഥവാ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്, ആ ഒരു എമൗണ്ട്, ആ ഒരു ടോക്കൺ പിറ്റേ ദിവസം മുതൽ 0.20 വെച്ച് ഡെയിലി വരുമാനം ലഭിക്കുകയും ആ വരുമാനം 1000 ദിവസം കൊണ്ട് ഇരട്ടിയാകുന്ന ഒരു പ്ലാനാണ് സിസ്റ്റത്തിൽ നിലവിലുണ്ടായിരുന്നത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ, അതായത് 1000 ദിവസം കൊണ്ട് ലഭിക്കുന്ന ആ ഒരു വരുമാനം വെറും 222 ദിവസം, എത്രയാണോ നമ്മൾ നിക്ഷേപിക്കുന്നത് മെയിൻ അക്കൗണ്ടിൽ, ആ നിക്ഷേപം 222 ദിവസം കൊണ്ട് ലഭിക്കുന്ന ഏർലി ബേർഡ് ഓഫറിനെ പറ്റിയാണ് പറയുന്നത്. ഏർലി ബേർഡ് ഓഫർ മിനിമത്തിൽ $100 മെയിൻ അക്കൗണ്ടിൽ $100, അതുപോലെ തന്നെ സബ് അക്കൗണ്ടിൽ 2 അക്കൗണ്ടിൽ 100 വീതം USDT, അതായത് $300 വെച്ച് ടോട്ടൽ ഏർലി ബേർഡ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഏർലി ബേർഡ് ഓഫറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എത്രയാണോ മെയിൻ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നത് ആ ദിവസം തന്നെ സബ് അക്കൗണ്ടിലും ഇതേപോലെ തന്നെ മെയിൻ അക്കൗണ്ടിൽ നിക്ഷേപിച്ച ആ എമൗണ്ട് തന്നെ നിക്ഷേപിക്കുമ്പോൾ ഈ മെയിൻ അക്കൗണ്ട് ക്വാളിഫൈ ആകുന്നു. അതോടുകൂടി മെയിൻ അക്കൗണ്ടിൽ സാധാരണഗതിയിൽ ലഭിക്കുന്ന 0.20 വെച്ച് ലഭിക്കുന്ന വരുമാനം സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്നും അഡീഷണലായി 0.70 കൂടി ആഡ് ചെയ്തുകൊണ്ട് ഡെയിലി 90 വരുമാനം ലഭിക്കുന്നു. അങ്ങനെ ഈ മെയിൻ അക്കൗണ്ട് വെറും 222 ദിവസം കൊണ്ട്, $100 ആണെങ്കിൽ അത് 222 ദിവസം കൊണ്ട് $200 ആയി മാറുന്നു. നമ്മുടെ ഇവിടെ ബേസ് പ്രൈസ് എന്ന രീതിയിൽ 130 രൂപ വെച്ചാണ് ബേസ് പ്രൈസായി നൽകുന്നത്. അപ്പോൾ അതായത് $100 എന്ന് പറയുന്നത് 13,000 രൂപ. ആ 13,000 രൂപ 222 ദിവസം കൊണ്ട് 26,000 രൂപയായി മാറുന്നു. താഴത്തെ സബ് അക്കൗണ്ട് 0.20 വെച്ചാണ് ഡെയിലി വരുമാനം ലഭിക്കുക. സാധാരണയായി ലഭിക്കുന്ന പോലെ ആ അക്കൗണ്ടിൽ നിന്നും 1000 ദിവസം കൊണ്ട് ഈ വരുമാനം 26,000 രൂപയായി മാറുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ പ്രധാനമായും നിങ്ങളോട് പറയാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞത് മിനിമം നമുക്ക് ചെയ്യാനുള്ളൊരു എമൗണ്ടിനെ പറ്റിയാണ്. 53,100 കൊണ്ട് ഈ ഏർലി ബേർഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3 അക്കൗണ്ടും എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 1,04,000 വീതം, അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ബേസ് പ്രൈസ് 130 രൂപയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. $800 മെയിൻ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ആ ദിവസം തന്നെ സബ് 2 അക്കൗണ്ടിൽ ഇതേപോലെ തന്നെ 800 വീതം USDT 2 സബ് അക്കൗണ്ടിലും. ഇത് സെൽഫായിട്ട് ഒരു വ്യക്തി ചെയ്യുന്ന കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ മെയിൻ അക്കൗണ്ടിൽ 1,04,000 രൂപ നിക്ഷേപിക്കുന്നു. അതേ ദിവസം തന്നെ ഈ താഴത്തെ 2 സബ് അക്കൗണ്ടിലും 1,04,000 രൂപ നിക്ഷേപിക്കുമ്പോൾ 0.20 നിലത് ഡെയിലി വരുമാനം ലഭിക്കുന്ന വരുമാനം മെയിൻ അക്കൗണ്ടിൽ 90 വെച്ച് ഡെയിലി വരുമാനം ലഭിക്കുന്നു. അതായത് മെയിൻ അക്കൗണ്ടിൽ സാധാരണഗതിയിൽ 1.6 USDT ആണ് റിവാർഡ് ലഭിക്കുന്നത്. INR പറയുകയാണെങ്കിൽ 208 രൂപയാണ് വരുമാനം ലഭിക്കുന്നത്. പ്രതിമാസം 6,240 രൂപയാണ് നോർമലായിട്ടുള്ള അക്കൗണ്ടിൽ 1,04,000 വരുമാനം ലഭിക്കുന്നതെങ്കിൽ, സിസ്റ്റത്തിന് സബ് അക്കൗണ്ട് വലിയൊരു ബിസിനസ് സിസ്റ്റത്തിന് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 90 വെച്ച് പ്രോഫിറ്റ് ലഭിക്കുന്നത് ഡെയിലി 7.2 USDT, അതായത് INR 936 രൂപയാണ് ഡെയിലി ഇവിടെ വരുമാനം ലഭിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, 208 രൂപ വരുമാനം ലഭിക്കുന്ന ആ ഒരു സ്ഥലത്ത് 936 രൂപ വെച്ചാണ് ഡെയിലി പ്രോഫിറ്റ് ലഭിക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ 20% സ്പോൺസർ ഇൻകം, റഫറൽ കമ്മീഷനും ഇവിടെ സിസ്റ്റം നൽകുന്നുണ്ട്. അപ്പോൾ ഈ മെയിൻ അക്കൗണ്ടുകാരൻ തന്നെയാണ് സബ് അക്കൗണ്ടിലും എമൗണ്ട് നിക്ഷേപിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ $800 1,04,000 രൂപ നിക്ഷേപിച്ച ഈ അക്കൗണ്ടിൽ ആ വ്യക്തി വാങ്ങുന്ന വരുമാനത്തിൻ്റെ 20% സ്പോൺസർ ഇൻകമായി മുകളിലത്തെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. 2 അക്കൗണ്ടിലും കൂടി, അതായത് ഒരു അക്കൗണ്ടിൽ 20%
ലഭിക്കുന്നത് 0.32 USDT, അതായത് ഒരു അക്കൗണ്ടിൽ INR 41 രൂപ വരുമാനം ലഭിക്കുന്നു. രണ്ട് അക്കൗണ്ടിലും കൂടി, സബ് അക്കൗണ്ടും കൂടി, രണ്ട് അക്കൗണ്ടും കൂടി ഇതേപോലെ തന്നെ 0.32 USDT, അതായത് 41 രൂപ സബ് അക്കൗണ്ടിൽ ലഭിക്കുന്നു. അതായത് ടോട്ടൽ 82 രൂപ 20% റഫറൽ കമ്മീഷനും മുകളിലത്തെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡെയിലി വരുമാനം 936 രൂപ 90 വെച്ച് വരുമാനം ലഭിക്കുന്നു. അതുപോലെ തന്നെ സ്പോൺസർ ഇൻകം 20% കൂടി 82 രൂപ, 1018 രൂപയാണ് മെയിൻ അക്കൗണ്ടിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന വരുമാനം. പ്രതിമാസം ലഭിക്കുന്ന വരുമാനം 1018 രൂപ വരുമാനം ലഭിക്കുന്നു. അത് 1018 രൂപ വരുമാനം ലഭിച്ചുകൊണ്ട് ഈ എമൗണ്ട് പെർ മന്ത് മെയിൻ അക്കൗണ്ടിൽ 30,540 രൂപ, 30,540 രൂപയാണ് മെയിൻ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ലഭിക്കുന്നു. അതുപോലെ തന്നെ സബ് രണ്ട് അക്കൗണ്ടും ആ വ്യക്തി തന്നെയാണ് ഈ അക്കൗണ്ടിൽ എമൗണ്ട് നിക്ഷേപിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സബ് അക്കൗണ്ടിൽ 0.20 വെച്ചാണ് ഡെയിലി റിവാർഡ് ലഭിക്കുക. INR 208 രൂപ വീതം ഒരു അക്കൗണ്ടിൽ വരുമാനം ലഭിക്കുന്നു. ആ 208 രൂപ വെച്ചിട്ട് പ്രതിമാസം 6,240 രൂപ ലഭിക്കുന്നു. ഈ എമൗണ്ട് 1000 ദിവസം കൊണ്ട് ഇരട്ടിയാവുന്നു. അതായത് 800 USDT 1600 USDT ആയി മാറുന്നു. അതായത് ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ 1,04,000 രൂപ 2,08,000 രൂപയായി 1000 ദിവസം കൊണ്ട് സബ് ഒരു അക്കൗണ്ടിൽ മാറുന്നു. അങ്ങനെ രണ്ടാമത്തെ അക്കൗണ്ടിലും ഇതേപോലെ സബ് അക്കൗണ്ടിൽ 208 രൂപ വീതം, അതായത് 1.6 USDT വീതം വരുമാനം ലഭിക്കുന്നു. ആ വരുമാനം 1000 ദിവസം കൊണ്ട് 2,08,000 രൂപയായി മാറുന്നു. അപ്പോൾ ഈ മെയിൻ അക്കൗണ്ട് നമ്മുടെ മെയിൻ അക്കൗണ്ട് 0.90 വെച്ച് ലഭിക്കുന്ന അക്കൗണ്ട് 222 ദിവസമാകുമ്പോൾ തന്നെ 2,08,000 രൂപയായി മാറുന്നു. നമ്മൾ നിക്ഷേപിച്ച തുക USDT, അതായത് എമൗണ്ട് 2,08,000 രൂപയായി മാറുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 3 അക്കൗണ്ടും കൂടി പ്രതിമാസം ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മെയിൻ അക്കൗണ്ടിൽ 30,540 രൂപയാണ് വരുമാനം ലഭിക്കേണ്ടത്. അപ്പോൾ താഴത്തെ ഒരു അക്കൗണ്ടിൽ 208 രൂപ വീതം 6,240 രൂപ ലഭിക്കുന്നു. അപ്പോൾ രണ്ട് അക്കൗണ്ടിലും കൂടി 6,240 പ്ലസ് 6,240 12,480 രൂപ വരുമാനം ലഭിക്കുന്നു. അപ്പോൾ ഈ മൂന്ന് അക്കൗണ്ടും കൂടി ടോട്ടൽ ലഭിക്കുന്ന വരുമാനം ആ വ്യക്തിക്ക് ലഭിക്കുന്നത് 43,020 രൂപ വരുമാനം ലഭിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 3 ഐഡിയിലും കൂടി 43,020 രൂപ വരുമാനം ലഭിക്കുന്നു. അപ്പോൾ ഈ 43,020ൻ്റെ 3 അക്കൗണ്ടുകളുടെ 85% എടുത്ത് ഉപയോഗിക്കാനുള്ളൊരു അവസരം സിസ്റ്റം നൽകുന്നത്. ബാക്കി 15% സിസ്റ്റം ഫാമിംഗ് വാലറ്റ് എന്ന വാലറ്റിൽ കരുതൽ ധനമായി നിക്ഷേപിക്കുന്നു. ആ നിക്ഷേപിക്കുന്ന തുക എപ്പോഴാണോ 100 USDT അഥവാ 13,000 ആകുന്നത് അത് വീണ്ടും മുതലിൻ്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഫാമിങ്ങിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 അക്കൗണ്ടും കൂടി 85% ടോട്ടലി ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് 36,567 രൂപ ഒരു വ്യക്തിക്ക്, ഈ 3 അക്കൗണ്ട് നിക്ഷേപിച്ച വ്യക്തിക്ക് പ്രതിമാസം എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അതായത് 36,567 രൂപ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു ഏർലി ബേർഡിൻ്റെ പ്ലാന്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും ഒരു കൺഫ്യൂഷൻ ആകുന്നതിൻ്റെ കാര്യമുണ്ട്. അതായത് 222 ദിവസം കൊണ്ട് അത് കട്ടാകുന്നില്ല. ഒരിക്കലും ആ രീതിയിൽ ചിന്തിക്കേണ്ട. ഇവിടെ നമ്മൾ ഒരു ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ലാഘവത്തോട് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇവിടെയും നമുക്ക് നോർമൽ ലെവലായ കോമ്പൗണ്ടിങ് പോലെ കോമ്പൗണ്ടിങ് ചെയ്തുകൊണ്ട് ഈ വരുമാനം വർദ്ധിപ്പിക്കാവുന്നതാണ്. അതായത് എപ്പോഴാണോ ഈ 3 ഐഡിയിൽ നിങ്ങൾക്ക് 100 വീതം USDT, അതായത് ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ 13,000 ടോട്ടലി 39,000 രൂപ വരുമാനം വരുന്നത്, അത് ആ രീതിയിൽ നിങ്ങൾ ഈ 3 അക്കൗണ്ടിലും ഒരേ ദിവസം തന്നെ ഈ അക്കൗണ്ടിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ മെയിൻ അക്കൗണ്ടിൽ 90 വെച്ച് ഡെയിലി വരുമാനം ലഭിക്കും. ആ പ്രോസസ്സ് തന്നെ താഴെ 2 ഐഡിയിലും 20 വെച്ച് ആ പ്രോസസ്സ് ഇങ്ങനെ തുടർന്നിട്ട് കാലാകാലം നിങ്ങൾ എത്രയാണോ ഇങ്ങനെ കോമ്പൗണ്ടിങ് ലെവലിൽ കൊണ്ടുപോകുന്നത് ആ കാലാകാലം വരെ നിങ്ങൾക്ക് 90 വെച്ച് കൃത്യമായിട്ട് ഏർലി ബേർഡ് ഓഫർ പദ്ധതി പ്രകാരം വരുമാനം എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഏർലി ബേർഡ് ഓഫറിൻ്റെ ആ ഒരു പദ്ധതി സിസ്റ്റം എത്ര കാലമാണ് കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഫ്രണ്ട്സ്. ഈ ഏർലി ബേർഡ് അവസരം ആ കിട്ടിയ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ 3 അക്കൗണ്ടിലും കൂടി ടോട്ടലി വേണ്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്
3 സീഡ് ഫണ്ടിങ്ങിന് 4300 വെച്ചിട്ട് 12900 3 ID സീഡ് ഫണ്ടിങ്. അതുപോലെ തന്നെ 3 ID ടോക്കൺ ഫാമിംഗ് 1,04,000 വെച്ചിട്ട് 3 ID 3,12,000 രൂപ ടോക്കൺ ഫാമിങ്ങിന് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ടോക്കൺ ഫാമിൻ്റെ സൈറ്റ് ചെക്ക് ചെയ്യാൻ 100 USDT വീതം ട്രസ്റ്റ് വാലറ്റിൽ നിക്ഷേപിക്കേണ്ടതാണ്. 4 രൂപയാണ് PVC മെറ്റയുടെ റേറ്റ്. അതിന് 3 അക്കൗണ്ടിലും കൂടി 1200 രൂപ. ഈ രീതിയിൽ ഒരു വ്യക്തിക്ക് ഈ ഏർലി ബേർഡ് 1,04,000 വീതമുള്ള ഏർലി ബേർഡ് ചെയ്യുവാൻ ടോട്ടലി എമൗണ്ട് വേണ്ടത് 3,26,100 രൂപയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പാർട്ണർമാരെ, ഈ കിട്ടിയ അവസരം, അതായത് ഏർലി ബേർഡ് ഓഫർ എത്ര കാലമാണെന്ന് പറയാൻ പറ്റില്ല. ഈ ലഭിച്ചിരിക്കുന്ന ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. നമുക്ക് ലഭിക്കാൻ പോകുന്നത് 222 ദിവസം കൊണ്ടാണ് 1000 ദിവസം കൊണ്ട് ലഭിക്കുന്ന വരുമാനം നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ കിട്ടിയ അവസരം നമ്മുടെ പ്രിയപ്പെട്ട പാർട്ണർമാർ എല്ലാവരും ഉപയോഗപ്പെടുത്തുക. താങ്ക് യു ഓൾ പാർട്ട്നേഴ്സ്. താങ്ക് യു സോ മച്ച്.